60 പവൻ സ്വർണവുമായി തമിഴ്നാട്ടിൽ ട്രെയിൻ ഇറങ്ങിയ അച്ഛനും മകളുടെയും കയ്യിൽ നിന്നും സ്വർണമടങ്ങിയ ബാഗ് 2 കള്ളന്മാർ തട്ടിക്കൊണ്ടുപോകുന്നു. പിറ്റേന്ന് പോലീസ് പരാതിപ്പെട്ടതിനെ തുടർന്ന് പോലീസ് കള്ളന്മാരെ പിടികൂടി സ്വർണം കണ്ടുപിടിക്കുന്നതിനാൽ 15 പവൻ ഇപ്പോഴും നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ ബാക്കിയുള്ള സ്വർണം വിറ്റ് മകളുടെ ഓപ്പറേഷൻ നടത്തിയതിനായി അവർ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ ആ സ്വർണം കോടതി വഴി മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് ഉദ്യോഗസ്ഥൻ അറിയിക്കുന്നു. തുടർന്ന് ബേബി കണ്ണൻ എന്നപോലുള്ള വക്കീലിനെ കാണാൻ അവർക്ക് നിർദ്ദേശം നൽകുന്നു. കാശിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ബേബി കണ്ണൻ ഈ കേസ് ഏറ്റെടുക്കുന്നത് കൊണ്ട് അച്ഛനെയും മകളെയും നന്നായി വിളിപ്പിക്കാൻ തുടങ്ങി. കോടതിയെയും ജഡ്ജിനെയും സ്വാധീനത്തിൽ ആക്കി ക്യാൻറ്റീനിൽ നിന്നും പരമാവധി പണം പിഴിഞ്ഞെടുക്കുവാന് ശേഷം അവർ കേസ് തീർപ്പിലാക്കുകയുള്ളൂ. 4 മാസത്തോളം അവൻ്റെ ഈ വിളിപ്പിക്കൽ കഥകെട്ട് ആ പെൺകുട്ടിയുടെ അച്ഛൻ കോടതി വളപ്പിൽ കറുപ്പുസ്വാമിയുടെ വിഗ്രഹത്തിന് മുന്നിൽ പോയി പ്രാർത്ഥിക്കുന്നു. അന്ന് രാത്രി തന്നെ ബേബി കണ്ണൻ്റെ മുന്നിൽ കറുപ്പുസ്വാമി പ്രത്യക്ഷപ്പെട്ട് ആ സ്വർണ്ണ കേസ് ഉടനെ തീർപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുമെങ്കിലും അവിടുത്തെ സിസ്റ്റം ആർക്കും മാറ്റാൻ കഴിയില്ല എന്ന് അവൻ ദൈവത്തെ വെല്ലുവിളിക്കുന്നു. ഈ വെല്ലുവിളി സ്വീകരിച്ച് പിറ്റേന്ന് തന്നെ വക്കീലിന്റെ വേഷത്തിൽ കറുപ്പുസ്വാമി സ്വർണ്ണ കേസ് ഏറ്റെടുക്കുവാൻ തൻ്റെ ശക്തി ഉപയോഗിക്കാതെ വെറും മനുഷ്യനായി നിന്ന് അതൊരു തീർപ്പിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ സ്വർണം തിരികെ ലഭിച്ചതോടെയും ചികിത്സയിൽ കഴിയുന്ന മകൾ മരണപ്പെടുന്നു. വെറും മനുഷ്യരായി നിന്ന് ഈ സിസ്റ്റം മാറ്റാൻ സാധിക്കില്ല എന്നും മനസ്സിലാക്കിയ കറുപ്പുസ്വാമി പിന്നീട് തൻ്റെ പവർ ഉപയോഗിച്ച് തീരുമാനങ്ങളെയും അദൃശ്യമായ ആ നഗരത്തിൽ നീതി നടപ്പിലാക്കുവാൻ തുടങ്ങുകയും ചെയ്തു. തൻ്റെ പരാജയങ്ങൾക്ക് കാരണം കറുപ്പുസ്വാമിയാണെന്ന് മനസ്സിലാക്കിയ ബേബി കണ്ണൻ വിഗ്രഹം നശിപ്പിച്ച് ശ്രമിക്കുകയും അത് പരാജയപ്പെടുന്നു. പിന്നീട് കോടതി സമുദായം മാറ്റിപ്പണിയുന്നത് കൊണ്ട് കറുപ്പുസ്വാമിയുടെ ശക്തിയില്ലാത്ത ഒരിടത്തേക്ക് കോടതി സമീപിക്കുന്നു. എന്നാൽ അവന്റെ കണക്കുകൂട്ടൽ തെറ്റിച്ച് അവിടെയും കറുപ്പുസ്വാമിയുടെ പ്രതിഷ്ഠ നിക്ഷേപിക്കുകയും അതിന് ശക്തി പ്രവർത്തിക്കുകയും ചെയ്തു. ഒടുവിൽ നഷ്ടപ്പെട്ട ബേബി കണ്ണൻ കോടതി ഹാളിൽ വെച്ച് കറുപ്പുസ്വാമിയെ നേരിട്ട് വെല്ലുവിളിക്കുന്നു. ആ വെല്ലുവിളിയിൽ പെട്ട ഉടനെ മനുഷ്യനായും ദൈവമായി അവതരിപ്പിച്ച കറുപ്പുസ്വാമി അവന്റെ കഥ അവസാനിപ്പിക്കുന്നു.